ശരിക്കട്ടെ. ഈ കൽതായവൽക്കരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗ്രൂപ്പുകൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ഒരു അന്ധമായ ഒരു പാരമ്പര്യ എന്താ പറയാ അന്ധമായ പാരമ്പര്യത്തോടുള്ള അഭിനിവേശം, അത് തെറ്റായ പാരമ്പര്യത്തിലോട്ടുള്ള പോക്ക്, അതിനാണ് ഞങ്ങൾ കൽതായനൈസേഷൻ എന്ന് പറയുന്നത്. കാര്യം പഴയ നിയമ ഫരീസയരെ പോലെ അല്ലെ പഴയ നിയമ യഹൂദ ജനതയെ പോലെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നിയമങ്ങളിലും മാത്രം തളയ്ക്കപ്പെട്ടിരുന്ന ഒരു പൗരോഹിത്യത്തിന്റെ കടന്നുവരവ്, അതാണ് ഞങ്ങൾ കൽതായനൈസേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു കുർബാനയിൽ അർപ്പിക്കപ്പെടുന്ന റൂബ്രിക്സ്, അതിൽ ആചാരങ്ങൾ, അതിന്റെ നിയമങ്ങളിലാണ് ഇതിന്റെ ഫലം ഇരിക്കുന്നതെന്നുള്ള ബോധ്യം, പഴയ നിയമ ഫരീസയരുടെ ബോധ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോഴുമാണ് ഞങ്ങൾ അതിനെ കൽതായവൽക്കരണം എന്ന് പറയുന്നത്. ഇപ്പൊ പറയാം, ഈ വിശുദ്ധ ബലി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഒരു സഭയെ നിർബന്ധിച്ചിട്ടില്ല ജനാഫെ കുർബാന ചെല്ലണമെന്നോ ഒന്നും നിർബന്ധിച്ചിട്ടില്ല. എങ്ങനെയാണത് മാറിയത്? രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സജസ്റ്റ് ചെയ്തേ ഉള്ളത് ഭാഷയിലേക്ക് മാറണമെന്ന്. ഈ അർപ്പിക്കുന്ന ഈ ദൈവജനവും എന്ന് പറഞ്ഞാല് ദൈവജനം, എന്താ പറയാ, ദൈവജനം എന്ന് പറഞ്ഞാൽ മെത്രാനും മെത്രാപ്പോലിത്തയും മേജർ ആർച്ച് ബിഷപ്പും പോപ്പും പുരോഹിതരും മാത്രമല്ലെന്നും സന്യസ്തരും എല്ലാവരും ദൈവജനത്തിന്റെ ഡെഫിനേഷനകത്ത് വരുമെന്നും ഈ പോപ്പെന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ നിൽക്കുന്ന ഒരാളല്ലെന്നും ഇവരൊക്കെ ശുശ്രൂഷകനാണെന്നുള്ളൊരു പഴയ കാലഘട്ടത്തിൽ ആദിമ ക്രൈസ്തവ ശിഷ്യന്മാർ, ആദ്യ അപ്പസ്തോലന്മാരുടെ ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആ ഒരു നയപരമായ പ്രമാണങ്ങൾ പുറത്തോട്ട് വന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്ന ഭാഷ, ഈ അർപ്പിക്കുന്ന ബലി പുരോഹിതൻ ഒറ്റയ്ക്ക് നിന്ന് ഒരു ഹൈന്ദവ പൂജാരിനെ പോലെ ഒറ്റയ്ക്ക് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് അല്ലെങ്കിൽ ഒരു വിഗ്രഹാർപ്പിതമായ രീതിയിൽ ഒറ്റയ്ക്ക് നിന്ന് അർപ്പിക്കുന്നതല്ലെന്നും ഇതൊരു കമ്മ്യൂണിയൻ ആണെന്നും ഒരു കൂട്ടായ്മയിലൂടെ പ്രാർത്ഥനയാണ് ദിവ്യബലി എന്നും ഒരു വലിയ തിരിച്ചറിവ് ഉണ്ടാവുകയും ആ അനുഷ്ഠാനം ഊന്നിപ്പറയുകയും. പഴയ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു, ഇത് ഒരു പങ്കാളിത്തമായിരുന്നു. ദിവ്യബലി എന്ന് പറഞ്ഞാൽ പുരോഹിതൻ ഒറ്റയ്ക്ക് നിന്ന് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരു ചടങ്ങ്, ഒരു പൂജയോ ഒരു വെറുമൊരു ആചാരമല്ലെന്നും ഇത് കമ്മ്യൂണിയൻ ആണെന്നും ഈശോയ്ക്ക് ചുറ്റും ഈശോയുടെ ബലിപീഠത്തിന്, നമ്മുടെ കർത്താവിന്റെ കബറിടമായ പരിശുദ്ധ സിംഹാസനമായ ഈശോയുടെ ബലിപീഠത്തിൽ നിന്ന് ചുറ്റും നിന്നും അർപ്പിക്കുന്ന ഒരു എന്താ പറയാ ഒരു ബലിയർപ്പണമാണെന്നും അത് കർത്താവിന്റെ ബലിയർപ്പണത്തിന്റെ ഓർമ്മയാചരണമാണെന്നും അവിടുത്തെ ജനനം, കുരിശുമരണ, ഉദ്ധാനം അനുസ്മരിക്കപ്പെടുകയും അവിടുത്തെ തിരുശരീരം ഈ ബലിപീഠത്തിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ അപ്പവും മീഞ്ഞുമായി അർപ്പിക്കുന്ന ഈ ബലിപീഠത്തിലേക്ക് പരിശുദ്ധാത്മാവിനാൽ ഈ തിരുശരീര രക്തമായിട്ട് മാറുമ്പോൾ ഇത് ദർശിച്ച് കുർബാനയുടെ ഓരോ ഭാഗങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ആഴപ്പെട്ട് സമ്പൂർണമായിട്ടും ഒരു ആത്മസമർപ്പണത്തിലൂടെ ബലിയർപ്പിക്കാൻ സാധിക്കണം എന്നുള്ള ബോധ്യത്തോടെയാണ് ജനാഭയ കുർബാന നമ്മുടെ ആ ഒരു ആചരണം അല്ലെങ്കിൽ ജനാഭയ കുർബാന അർപ്പണ രീതി, പങ്കാളിത്ത രീതി നമ്മൾ ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലൂടെ പുറത്തു വന്നത്. അതൊരിക്കലും അടിച്ചേൽപ്പിക്കൽ വഴി ആയിരുന്നില്ല. അപ്പം ചൊല്ലുന്ന പ്രാർത്ഥനകൾ വിശ്വാസികൾക്ക് മനസ്സിലാകണം. ഈ ഇവിടെ അർപ്പിക്കപ്പെടുന്ന ഓരോ ഘടകങ്ങളുടെയും ബലിപീഠത്തിലെ ഓരോ ചേഷ്ടകളുടെയും ബലിപീഠത്തിന്റെ ഓരോ അർപ്പണ രീതിയുടെ അർത്ഥം മനസ്സിലാക്കി അതിനോടൊപ്പം ചേർന്ന് നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ബലിയർപ്പണമാകണം എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ഈ ജനാഭയ കുർബാന വന്നത്. അത് ആരും അടിച്ചേൽപ്പിച്ചതല്ല. അപ്പം വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്, ഈ കൽതായവൽക്കരണം എന്നും പറഞ്ഞ് എതിർക്കുന്നത്, ഈ പറഞ്ഞതുപോലെ പല ആചാരങ്ങളെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുകയും പഴയ നിയമ ജൂതന്മാരെ പോലെ നിയമത്തിലും ആചാരങ്ങളിൽ മാത്രം ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുകയും, എന്നാൽ ദൈവം നമ്മുടെ മുമ്പ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ദൈവപുത്രൻ മിശിഹ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവന് തിരിച്ചറിയാൻ പറ്റാതെ വരികയും ചെയ്ത ആ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമുള്ള അതിയായ അതിയായ ആശ്രയബോധം, അല്ലെ അതിന് പ്രാധാന്യം, ദൈവത്തെക്കാൾ പ്രാധാന്യം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊടുത്ത് ഉണ്ടായിരുന്ന ഒരു ഫരീസയരുടെ ഒരു കപടബോധമുണ്ട്. ആ കപടബോധത്തിനെ ഇവിടെ നടപ്പാക്കുന്നതിനെതിരെയാണ് ഞങ്ങൾ കൽതായവൽക്കരണം എന്ന് പറയുന്നത്. അത് എളുപ്പത്തിൽ പറഞ്ഞ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ പാരമ്പര്യം എന്ന് അവകാശപ്പെടുന്ന പാരമ്പര്യം AD 400 വരെയൊക്കെ ചെന്ന് നിൽക്കുന്നുള്ളൂ. അതിന് മുമ്പത്തെ പാരമ്പര്യം ആർക്കും പറയണ്ട. ഈ കൽതായവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ എതിർക്കുന്നത്? ഈ ഇതിൽ ആത്മീയ അനുഷ്ഠാനം, ഈ ദിവ്യബലി എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ അനുഷ്ഠാനം കൂടിയാണ്. അതൊരു ആക്ട്, ഒരു കയ്യിൽ നിന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ പോലും അതിലൊരു ആത്മീയതയുണ്ട്, അതിൽ അർപ്പണമുണ്ട്. ഈ ഒരു അടിസ്ഥാനത്തിൽ കൽതായ കത്തോലിക്ക സഭ ഇന്നിപ്പോ പറയുന്ന അദ്ദായിമാർമാരുടെ അനാഫറ സംരക്ഷിച്ചു നിർത്തുകയും വരുന്ന തലമുറകൾക്കായിട്ട് നൽകുകയും ചെയ്ത കൽതായ കത്തോലിക്ക സഭയിൽ അനാഫറ, അതായത് ബലിപീഠത്തിലേക്ക് ബലിവസ്തുക്കൾ അനുഷ്ഠിക്കപ്പെടുകയും ആ പ്രധാനപ്പെട്ട അനാഫറ തുടങ്ങുമ്പോൾ അവിടെ ജനാഭിമുഖമായി മാറുകയാണ്. കാര്യം എന്താ? ഈശോയുടെ തിരുശരീരം തിരക്തം ബലിവേദിയിൽ അർപ്പിക്കപ്പെടുമ്പോൾ അത് കണ്ടിട്ട് അത് ദർശിച്ച് അതിന്റെ ഓരോ ഭാഗങ്ങളുടെ അർത്ഥം ഗ്രഹിച്ച് അത് മനസ്സിലാക്കി പൂർണ്ണമായിട്ടും ആത്മീയമായിട്ട് ഈ ബലിയോട് ചേർന്ന് നിൽക്കുവാൻ അൽമാരെ കൂടെ പങ്കാളികളാക്കുന്ന ഒരു പ്രക്രിയയാണ് ജനാഭിമുഖ കുർബാന. അതുകൊണ്ട് കൽതായ കത്തോലിക്ക സഭയിൽ അനാഫറയൊക്കെ ജനാഭിമുഖമായിട്ട് അർപ്പിക്കുന്നത്.
അപ്പം ഈ കൽതായവൽക്കരണം എന്ന് പറയുമ്പം കൽതായ കത്തോലിക്ക സഭയായിട്ട് അച്ഛൻ ബന്ധപ്പെടുത്തണ്ട. കൽതായവൽക്കരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ പറയുന്നത്, ഈ ഗ്രൂപ്പിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അന്ധമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം തളയ്ക്കപ്പെടുന്ന ഒരു അന്ധമായ ഒരു പൗരോഹിത്യ തലമുറയെ വാർത്തെടുക്കുന്ന രീതിയാണ്. അത് വടവാതൂർ എന്നൊക്കെ ഇപ്പൊ പഠിപ്പിച്ചിറക്കുന്നത് അങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. കാര്യം പല പുരോഹിതരുടെയും പുതിയ പുരോഹിതരുടെയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവർ ആത്മീയതയ്ക്കോ അല്ലെങ്കിൽ ആ കുർബാനയുടെ ഭക്തിക്കോ ആത്മീയതയ്ക്കാളും കൂടുതൽ ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് മാറപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറയാം, മക്സാനീശ എന്ന് പറഞ്ഞ വിശറിമണി, റിലീജിയസ് ഫ്ലബല്ല എന്ന് പറഞ്ഞ വിശറിമണി ഈ പുതിയതായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തിനാ അവതരിപ്പിച്ചത്? അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുമ്പോൾ ഈച്ച, അതായത് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അതിനെ ഓടിക്കാൻ വേണ്ടി തുടങ്ങിയ സാധനമാണ് ഈ മക്സാനീസ എന്ന് പറഞ്ഞാൽ. അത് വീണ്ടും ഇപ്പം 10, 100, 200 വർഷമായിട്ട് ഇല്ലാഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും പൗരസ്ത്യ സുറിയാനിയുടെ എന്നും പറഞ്ഞ് ഇവിടെ എഴുന്നള്ളിച്ചോണ്ട് വരുമ്പോൾ അതാണ് ഞാൻ പറയുന്നത്, അന്ധമായിട്ടുള്ള കാര്യങ്ങൾ, എന്തോ പാരമ്പര്യത്തിൽ മാത്രം എന്തോ മഹത്വം, തിരുവചനത്തിലോ അനുദിന ബലിയിലോ ഇല്ലാത്ത എന്തോ മഹത്വം ഇങ്ങനെയുള്ള ഭക്തവസ്തുക്കൾക്കും മറ്റു സാധനങ്ങൾക്കും കൽപ്പിച്ചു കൊടുക്കുകയും അത് ഈ ബലിയർപ്പണത്തെക്കാളും വലിയ പ്രാധാന്യം അതിന് നൽകപ്പെടുകയും ചെയ്യുന്ന ഒരു ആചാരപരത, ഒരു അനുഷ്ഠാനപരത ഇന്ന് സീറോ മലബാർ സഭയെ കടന്നുകൂടിയിട്ടുണ്ട്. അതിനാണ് ഞാൻ കൽതായവൽക്കരണം എന്ന് പറയുന്നത്. പരിശുദ്ധമായ സക്രാരി മദ്ബഹയിൽ നടുവിൽ നിന്ന് എടുത്ത് മാറ്റി കസ്ത്രോമയുടെ ഭാഗമായ കസ്ത്രോമ ലെവലിൽ നിൽക്കുന്ന ബേസ് സഹതയിലേക്ക് എടുത്ത് മാറ്റി വെക്കുകയും ആ പരിശുദ്ധ കർത്താവിന് തിരിച്ചറിയിരിക്കുന്ന തിരുവോസ്തി അവിടെ നിന്ന് മാറ്റുകയും ഈ മാർത്തോമ കുരിശെന്ന് ഒരു ഐഡന്റിറ്റിയും ഇല്ലാത്ത, ഒരു ക്ലെയിമും ഇല്ലാത്ത ഒരു കുരിശിനെ മാർത്തോമ കുരിശെന്ന് വിളിക്കുകയും അതവിടെ കൊണ്ട് നടുക്ക് പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു കപടത. അതിനെതിരെ ഞങ്ങൾ ചോദ്യം ചെയ്യുകയാണ്, എന്തിനായി മാർത്തോമ കുരിശെന്ന് പേരിട്ടത്? അത് കപടതയാണ്. ഇതുപോലെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അന്ധമായിട്ട് തളയ്ക്കപ്പെടുന്ന ഒരു പൗരോഹിത്യമാണ് ഇന്നിപ്പം ഉയർന്നു വരുന്നത്. അതിനെയാണ് കൽതായവൽക്കരണം എന്ന് പറയുന്നത്. എല്ലാത്തിലും ഉപരി നമ്മൾ ഒരു പുരോഹിതൻ അർപ്പിക്കുന്ന ബലി, പിതാവായ ദൈവത്തിന് ക്രിസ്തു അർപ്പിക്കുന്ന ബലി, താൻ അവിടെ ഇൻ പേഴ്സോണ ക്രിസ്റ്റി, ആ ക്രിസ്തുവിന്റെ പ്രതിപുരുഷനാണെന്നുള്ള ബോധ്യം ആ പുരോഹിതൻ അവിടെ വേണം. അത് അർപ്പിക്കുന്ന വിശ്വാസികൾക്ക് അത് വേണം. അതല്ലാതെ ഞാനൊരു പൂജ അർപ്പിക്കുന്നു, എന്തോ ഒരു കാര്യം അർപ്പിക്കുന്നുള്ള ബോധ്യം, അനുഷ്ഠാനങ്ങൾ, എത്ര പ്രാവശ്യം കുമ്പിടണം, എത്ര പ്രാവശ്യം മണിയടിക്കണം, ഇതൊക്കെ ആചാരങ്ങളിൽ തളയ്ക്കപ്പെടുകയാണ്. പഴയ നിയമകാലത്ത് ജൂതന്മാർക്ക് പറ്റിയതാണ്. അവർ നിയമങ്ങളിലും ആചാരങ്ങളിലും തളയ്ക്കപ്പെട്ടപ്പോൾ അവരുടെ മുമ്പിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാണാൻ പറ്റാതെ അവർക്ക് വന്നു. ഇതുപോലെ അന്ധമായ ആചാരങ്ങളിൽ, അന്ധമായ അനുഷ്ഠാനങ്ങളിൽ ശരണം വെച്ച് ഈ ബലിയർപ്പണം അതാണെന്ന് തെറ്റിദ്ധരിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനത്തെയാണ് ഞാൻ കൽതായവൽക്കരണം എന്ന് പറയുന്നത്. അതിൽ ഈ പറഞ്ഞ കുരിശിനെ മാർത്താം കുരിശെന്ന് വിളിക്കുകയും അതിന് അർത്ഥങ്ങൾ നൽകുകയും ചെയ്തു. ഇപ്പൊ അച്ഛനെ പഠിപ്പിച്ചത് ഞാനിപ്പോ പറയാം. ഈ മാർത്താമ കുരിശിന്റെ മുകളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണെന്ന് പറഞ്ഞു പ്രാവ്, ആ ബഡഡ് ക്രോസ് പുതുജീവൻ നൽകിയ സഭ, അങ്ങനെയൊക്കെ പ്രതീകങ്ങൾ പറഞ്ഞു. താഴെ താമര എന്ന് പറഞ്ഞു. അതൊക്കെ ഇപ്പൊ ഇപ്പൊ കൽതായവൽക്കരണം പഠിച്ച അച്ഛനും ഈ ബഹുമാനപ്പെട്ട അച്ഛനുൾപ്പെടെ എല്ലാ പുരോഹിതരും ഇത് താമരയാന്ന് പറയും. എന്നാൽ ഞാൻ ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ പുതിയൊരു തിയോളജി ഞാൻ അവിടെ പ്രഡിക്റ്റ് ചെയ്യുകയാണ്. ഇതിപ്പോ കല്ലറങ്ങാട്ട് കേന്ദ്രത്തിലും തുടങ്ങിയിട്ടുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന 4 നദികളാണെന്നും കുരിശിന്റെ ചുവട്ടിൽ ജീവന്റെ വൃക്ഷത്തിന് താഴെ ഒന്ന് ഉത്ഭവിക്കുന്ന 4 നദികളുടെ പ്രതീകങ്ങളാണെന്നും വൈകാതെ പഠനം നിങ്ങളുടെ അടുക്കലോട്ട് ഇത് കടന്നു വരും. ഇത് പ്രഡിക്റ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ തളയ്ക്കപ്പെടുന്ന ഒരു സമൂഹത്തെ, അതായത് ഈശോയുടെ കരുണയിലും അവിടുത്തെ സ്നേഹത്തിലും ദയയിലും ആശ്രയിക്കാതെ പഴയ നിയമ ജനതയെ പോലെ നിയമങ്ങളിലും അതിന്റെ അനുഷ്ഠാനങ്ങളും തളയ്ക്കപ്പെടുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനുള്ള ശ്രമത്തെയാണ് ഞങ്ങൾ കൽതായവൽക്കരണം എന്ന് പറയുന്നത്. ആ കൽതായവൽക്കരണവും കൽതായ കത്തോലിക്ക സഭയും വലിയ വ്യത്യാസമുണ്ട്. കൽതായ കത്തോലിക്ക സഭയെ ഇതിലോട്ട് വലിച്ചടക്കേണ്ട കാര്യമില്ല. കാര്യം കൽതായ കത്തോലിക്ക സഭ 2-ാം വത്തിക്കാൻ കൗൺസിലിന് വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് അവർ അനാഫ്ര പോലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ജനാഭിമുഖമായിട്ട് അർപ്പിക്കാൻ തുടങ്ങി. കാര്യം എന്താ? വിശ്വാസികൾ സജീവമായ പങ്കാളിത്തം. അച്ഛന് സംശയമുണ്ടെങ്കിൽ കൽതായ കത്തോലിക്ക സഭയുടെ വിഭജന ശുശ്രൂഷ ഒന്ന് കണ്ടു നോക്കുക. ജനങ്ങളുടെ കാണാവുന്ന രീതിയിൽ ഉയർത്തിയാണ് അവിടെ വിഭജന ശുശ്രൂഷ നടത്തുന്നത്. കാര്യം എന്താ? അവൻ മനസ്സിലാക്കണം, കർത്താവിന്റെ ശരീരം മുറിക്കപ്പെടുന്നത് ആർക്ക് വേണ്ടിയാണ്? ഈ പുരോഹിതൻ ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായി അത് അർപ്പിക്കുമ്പോൾ എനിക്ക് വേണ്ടിയാണ് അവിടെ മുറിയപ്പെടുന്നത് എന്നുള്ള ബോധ്യം അവനുണ്ടാകണമെങ്കിൽ ഇവൻ ദർശിക്കണം. അത് എന്റെ കർത്താവിന്റെ ശരീരം മുറിക്കപ്പെടുന്നു. അവിടെ ആ ദർശനം അവന് കിട്ടും. അവനത് ആത്മീയമായിട്ട് അത് ബലിയുടെ ഭാഗമായിട്ട് മാറും. ഇങ്ങനെ ബലിയർപ്പണം എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ അർപ്പണം കൂടിയാണെന്നും തന്നെ അതിൽ സമർപ്പിക്കുകയും തന്റെ രക്ഷകനായ യേശുവിന്റെ ആ പീഡാസഹനവും കുരിശുമരണ ഉദ്ധാനവും ഒക്കെ ജനനം മുതൽ മരണ ഉദ്ധാനം വരെയും ആ ബലിയിലോട്ട് ചേർന്ന് നിൽക്കുകയും ഈ ബലിയിൽ നടക്കുന്ന, ബലിപീഠത്തിൽ നടക്കുന്ന ദിവ്യരഹസ്യങ്ങളിലൂടെ തങ്ങളെ തന്നെ സമർപ്പിക്കുകയും അതിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് അതിന്റെ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ബലി അർപ്പിക്കുവാനും ഒരു ആത്മീയ അർപ്പണത്തിലേക്ക്, ആത്മീയ അനുഭവത്തിലേക്ക് ഉയർത്തുവാനുള്ള സാധിക്കുന്ന രീതിയിലാണ് ജനാഭിമുഖ കുർബാന ഇവിടെ വന്നത്. അത് ആരും അടിച്ചേൽപ്പിച്ചതല്ല, ആരും നിയമപരമായിട്ട് നടപ്പിലാക്കിയതുമല്ല. അത് വിശ്വാസ സമൂഹത്തിന്റെ ഒരു
നാച്ചുറൽ ഗ്രോത്ത്, ജീവദായകമായ ഒരു വളർച്ചയുടെ ഭാഗമാണ്. അത് മനസ്സിലാക്കുക. അല്ലാതെ ഈ കിഴക്കനഭിമുഖ കുർബാന, ഈ ആഡോറിയൻ്റോ എന്നും പറഞ്ഞിട്ട് പല പുരോഹിതരും വിശ്വാസികളും അൾത്താരാഭിമുഖം എന്നും പറഞ്ഞ് പറ്റിക്കുന്നുണ്ട്. ആ പറ്റിക്കലാണ് അത് അടുത്ത കപടത. എന്തിനാണ് അൾത്താരാഭിമുഖം എന്ന് പറയുന്നത്? അവിടെ അൾത്താരാഭിമുഖമായിട്ട് അല്ലല്ലോ ബലിയർപ്പിക്കുന്നത്. കിഴക്കോട്ട് നോക്കി കിഴക്കനഭിമുഖമായിട്ട് ബലിയർപ്പിക്കുന്നത് അൾത്താരാഭിമുഖം എന്ന് വിളിക്കുന്നത് അടുത്ത വലിയ കപടതയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ആ കപടത, ഇത് കൽദായവൽക്കരണം എന്ന് പറയുമ്പോൾ ഈ കപടതകളുടെ ഈ തെറ്റായ അർത്ഥങ്ങൾ നൽകി, തെറ്റായ പേരുകൾ നൽകി വിശ്വാസികളെ എന്നാ പറയാ കപടതകളിലൂടെ നയിക്കുന്നതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. രണ്ട്, ചില അച്ഛന്മാരെ ദൈവോന്മുഖം എന്ന് വിളിക്കുന്നുണ്ട്. തിരിഞ്ഞു നിൽക്കുന്നതിന് ദൈവോന്മുഖം, കാരണം ദൈവം അവിടെയാണ് ഇരിക്കുന്നത്. മറ്റേത് പ്രാർത്ഥനകളെക്കാളും ദിവ്യബലിയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവിന്റെ ശരീരം, എൻ്റെ കർത്താവ് ബലിപീഠത്തിലേക്ക് എഴുന്നള്ളി വരുന്ന സമയമാണത്. വേറെ ഒരു അനുഷ്ഠാനങ്ങളിലും വേറൊരു അർപ്പണ രീതികളിലും വേറൊരു അർപ്പണ രീതികളിലും ഈശോയും പരിശുദ്ധ ത്രിത്വം വെളിപ്പെടുത്തപ്പെടുകയും എൻ്റെ ഈശോയുടെ വെറും അപ്പവും വീഞ്ഞും എൻ്റെ ഈശോയുടെ തിരുശരീര രക്തമായിട്ട് മാറുന്ന വേറൊരു അനുഷ്ഠാന ലോകത്തില്ല. അപ്പൊ ബലിപീഠത്തിൽ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കുക, അതിന്റെ ആന്തരിക അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ദർശിച്ച് അനുഭവിച്ച് പങ്കാളികളാകുക. അർപ്പിക്കപ്പെടുന്ന ഭാഷയിൽ അർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനകൾ അർത്ഥം അറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് ബലിപീഠത്തിൽ സമ്പൂർണമായിട്ടും ആത്മീയമായ ഒരു സമയസമർപ്പണം സാധ്യമാവുകയും പൂർണ്ണ അർത്ഥത്തിൽ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുന്ന ജനാഭിമുഖ കുർബാനയെ എതിർക്കുന്ന നയം ഈ കൽദായവൽക്കരണത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കൽദായവൽക്കരണം. അപ്പൊ കൽദായവൽക്കരണം എന്ന് പറഞ്ഞാൽ കൽദായ കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള കാര്യം. അവിടെ അങ്ങനെ യഥാർത്ഥ കൽദായവൽക്കരണം നടത്തിയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അനാഫോറെങ്കിലും ജനാഭിമുഖമായിട്ട് ചെല്ലേണ്ടി വന്നേനെ. അപ്പം അത് രണ്ടും രണ്ടായിട്ട് കാണുക. കൽദായവൽക്കരണം ഇവിടെ ഞങ്ങൾ ആക്ഷേപിക്കുന്നത് അന്ധമായ പാരമ്പര്യ ബോധത്തിൽ കപടതയോടുകൂടി ചില വാക്കുകൾ ഉപയോഗിക്കുകയും അൾത്താരാഭിമുഖം എന്നുള്ള ദൈവോന്മുഖം എന്നൊക്കെ കപടത ചേർന്ന വാക്കുകൾ ഉപയോഗിക്കുകയും അങ്ങനെ ഉപയോഗിച്ച് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ കപടതയ്ക്കെതിരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൽദായവൽക്കരണം. ഞാൻ പലപ്പോഴും കൽദായവൽക്കരണം ഒന്നും പറഞ്ഞില്ല, ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് കൽദായവൽക്കരണം എന്നേ പറയുള്ളൂ. ഒറിജിനൽ കൽദായവൽക്കരണം ആണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ അനാഫോറെങ്കിലും ജനാഭിമുഖമായേനെ. ഇപ്പൊ ഓരോ വസ്തുക്കൾ, ഇപ്പൊ മക്സാനീശയുടെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ പറയാം. മക്സാനീശ ഈച്ചേനാട്ടാൻ ഉപയോഗിച്ചിരുന്ന സാധനമാണെന്ന് പറയാതെ, സത്യം പറയാതെ അതിനെ ആരാധനാ വസ്തുവിന്റെ പ്രാമുഖ്യമായിട്ടൊരു സ്ഥാനം നൽകുകയും അത് വലിയ സംഭവമാണെന്നും പറഞ്ഞ് അവതരിപ്പിക്കാൻ വിശ്വാസികളോട് പറയുന്നത് എന്താ? മാലാഖമാരുടെ പ്രതീകമെന്നാണ് പറയുന്നത്. ഇനി ഞാൻ ഒന്നുകൂടെ കടത്തി പറയാം. ഇത് ബൈസാന്തിയൻ സഭയിലൊക്കെ അവർ പറയുന്നത് സെറാഫുകളുടെ ചിറകടി ശബ്ദം എന്നാണ് പറയുന്നത്. ഈ മണി കിലുക്കുമ്പോൾ കിടന്ന സൗണ്ടിനെ സെറാഫുകളുടെ ചിറകടി ശബ്ദം എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഒരു വസ്തുവിന്റെ പ്രാഥമിക ഉദ്ദേശം എന്താണെന്ന് പറയുകയും ഇതിനുശേഷം ഇത് ഇവോൾവ് ചെയ്ത് ഞങ്ങൾ ഈശോയേട്ടൻ ഉപയോഗിച്ചിരുന്നതാണെന്നും എന്നാൽ ലിറ്റർജിക്കൽ പർപ്പസിനായി വന്ന് ഞങ്ങൾ പിന്നെ അർത്ഥങ്ങൾ നൽകിയതാണെന്നും അത് സഭകളിൽ പൗരസ്ത്യ സഭകളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റില്ല. ഈ കാലഘട്ടത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ? പണ്ട് മുതലേ തുടർന്നു വരുന്നത് തെറ്റ് പറയാനില്ല. ഇതിവിടെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇത് പണ്ട് മുതൽ ഉണ്ടായിരുന്ന വ്യാജ ക്ലെയിം ഉണ്ടാക്കുകയും അതനുസരിച്ച് ക്ലെയിം ചെയ്യുന്ന കപടത, ഈ കപടതയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ മക്സാനീശ ഉപയോഗിക്കാനുള്ള കാര്യം എന്താ? പഴയ കാലഘട്ടത്തിൽ ഫാനോ അല്ലെങ്കിൽ മദ്ബഹ എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്തിൽ ജനൽ വെളിച്ചവും വായുവൊന്നും കിടക്കാനുള്ള സംവിധാനങ്ങളില്ല. അപ്പൊ ഈ എന്താ പറയുക, ഈ ഈച്ചകളും മറ്റു പ്രാണികളും വരുമ്പോൾ അതിനെ ഓടിക്കാൻ അതേ മാർഗമുള്ളൂ. അപ്പം ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നൊരു സാധനം പിന്നെ അത് അലങ്കാരികമായിട്ട് ഉപയോഗിച്ചെങ്കിലും അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിൽ അത് പ്രധാന ഘടകമായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഞങ്ങളത് ചോദ്യം ചെയ്യും. ഇതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പല കാര്യങ്ങളും കപടതയോടെ, ഞാൻ വീണ്ടും പറയുന്നു, കപടമായിട്ട് ഈ അൾത്താരാഭിമുഖം എന്നും പറഞ്ഞ് കിഴക്കിനഭിമുഖമായിട്ടുള്ള കുർബാനയെ കപടതയോടെ അൾത്താരാഭിമുഖം എന്ന് വിളിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. രണ്ട്, ഈ ഒരു കുരിശിനെ മാർത്തോമാ കുരിശെന്ന് കപടമായ പേര് നൽകുകയും ആ കുരിശിനെ സക്രാരി, പരിശുദ്ധ മദ്ബഹയിൽ നിന്നുള്ള പരിശുദ്ധ സക്രാരി എടുത്ത് മാറ്റി അവിടെ പ്രതിഷ്ഠിക്കുകയും വിഗ്രഹാരാധന തലത്തിലേക്ക് അത് ഉയർത്തുകയും ചെയ്യുന്ന അടുത്ത കപടത. ഈ കപടതകളെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. പിന്നെ മാർപ്പാപ്പയുടെ കൽപ്പന എന്നും പറഞ്ഞ് ആദ്യം മാധ്യമങ്ങളുടെ ക്യാമ്പയിൻ നടത്തി വിശ്വാസികളെ പറ്റിക്കാൻ നോക്കിയ അടുത്ത കപടത. അതിനുശേഷം മാർപ്പാപ്പയുടെ തിരുവഴുത്തായിട്ട് മാറ്റി അടുത്ത കപടത. അതിനുശേഷം സത്യം വന്നപ്പോൾ മാർപ്പാപ്പയുടെ കത്ത് മാത്രമായിട്ട് ഇപ്പൊ അവസാനം അംഗീകരിക്കേണ്ടി വന്നത് സത്യം. അത് ഞങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട്. അപ്പൊ ഈ കപടതകളിലൂടെ നമുക്കറിയാം ഒരു പ്രവൃത്തി, സഭയുടെ പ്രവൃത്തി പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണ്, അല്ലെങ്കിൽ സഭയുടെ പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രചോദിതമാണ് ഒരു പ്രവൃത്തി എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫലങ്ങൾ നോക്കിയാൽ തിരിച്ചറിയാൻ പറ്റുമെന്ന് സഭ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ സിനഡിന്റെ കുർബാനയെ പറ്റി എടുത്ത തീരുമാനങ്ങളെന്ന് കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് സത്യമായിട്ടുള്ള ഒരു ആത്മാവിന്റെ പ്രവർത്തനം കാണാൻ സാധിക്കുന്നത്? ഓൺലൈൻ സിനഡിലൂടെ കൂടി. അപ്പൊ സഭയുടെ പർട്ടിക്കുലർ നിയമം അനുസരിച്ചിട്ട് ഒരു കൂട്ടായ്മ കൂടിക്കഴിഞ്ഞ് എല്ലാവരുടെയും പ്രതിനിധികൾ ഉണ്ടായിട്ട് അത് പ്രതിനിധികൾ ബൈ പ്രോക്സി പോലും പാടില്ല, നേരിട്ട് മെത്രാന്മാരുടെ ഇതോടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാവുന്ന സഭയുടെ പർട്ടിക്കുലർ ലോ ഉണ്ടായിരിക്കെ ഓൺലൈൻ സിനഡ് കൂടി ഈ തീരുമാനം തിരികെ കയറ്റുകയും അതനുസരിച്ചിട്ട് മാർപ്പാപ്പ പറഞ്ഞുകൊണ്ടാണ് തീരുമാനം നടപ്പിലാക്കിയെന്നും പറഞ്ഞ് ഈ പുറത്തു പറഞ്ഞ കപടത ഏറ്റവും വലിയ കപടത. ഇത് ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണോ? അല്ല. രണ്ട്,
അന്ത്യശാസനം നൽകുക. ഒരു 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 അനുഷ്ഠാനം നടപ്പിലാക്കണമെങ്കിൽ സാധാരണ വിവേകവും വിജ്ഞാനമുള്ള ഒരു സാവകാശം ഒരു 50 വർഷം എടുത്തിട്ടാണെങ്കിലും നടപ്പിലാക്കിയാൽ ശ്രമിക്കുന്നത്. കാര്യം എന്താ? അതാണ് ഒരു ആത്മാവിൽ നിന്നുള്ളത്. ഐക്യം നഷ്ടപ്പെടുത്താതെ ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുക. പ്രതിഷേധം ഉണ്ടായെങ്കിൽ അത് എതിർക്കപ്പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ആത്മീയസ്ഥിതിയൊക്കെ അനുസരിച്ച് ഡിസ്പെൻസേഷൻ കൊടുക്കുക എന്നുള്ളത്. അതിനുവേണ്ടി സഭയിൽ ഡിസ്പെൻസേഷൻ ലോ വരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കപടതയോടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇത് എന്തിന്റെ ഫലമാണെന്ന്. ഇത് വിഭാഗീയത സൃഷ്ടിക്കാൻ വേണ്ടി ഇങ്ങനെ തീരുമാനങ്ങൾ വരുമ്പോൾ, അതിന്റെ പ്രതിരോധം ഉണ്ടാകുമ്പോൾ അതിനെ സംവാദത്തിലൂടെ ചർച്ചയിലൂടെ താൽക്കാലിക ഇളവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തരണം ചെയ്യാൻ നോക്കാതെ അടിച്ചേൽപ്പിക്കുന്ന മാർഗം സ്വീകരിക്കുന്നത് അടുത്തത് വിശ്വാസത്തിനെതിരായിട്ടുള്ള സാക്ഷ്യമാണത്. അപ്പം ഈ പ്രവർത്തനങ്ങൾ, ഈ സിനഡ്, ഈ പറഞ്ഞ സിനഡ് എടുത്തിരിക്കുന്ന പല പ്രവർത്തനങ്ങളും നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് കടന്നു പോയി കഴിഞ്ഞാൽ ഇത് എന്ത് പ്രവർത്തനം, ഏത് ആത്മീയ രൂപിയാണെന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നുന്ന രീതിയിലാണ് പ്രവർത്തനങ്ങളും സംഭാഷണങ്ങളും ഉണ്ടാകുന്നത്. ഈ കൽതാവൽക്കരണത്തെ കുറിച്ച് ഒന്ന് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ വ്യക്തികൾ ഈ കൽതാവൽക്കരണത്തിന്റെ ഈ ഓരോ ഘടകങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് പറയാം, ബലിപീഠത്തിൽ നിന്ന് ക്രൂശ് രൂപം മാറ്റുന്നുണ്ട്. ഈ കൽതാവൽക്കരണം അച്ഛനറിയാവുന്നറിയില്ല, അച്ഛനെ അറിയാൻ പാടില്ല, വൈകാതെ അറിയും. കാര്യം ഇപ്പൊ പുതിയ കുർബാനയുടെ തക്സപ്രകാരം ഈ കൽതാവൽക്കരണം അമിതമായിട്ട് കടന്നു കയറി കഴിഞ്ഞപ്പോൾ ബലിപീഠത്തിൽ നിന്ന് ക്രൂശ് രൂപം മാറ്റേണ്ട അവസ്ഥയിലേക്ക് മാറ്റി. അൾത്താരയിൽ നിന്ന് മാറ്റണ അല്ലെ മദ്ബഹയിൽ നിന്നുള്ള ക്രൂശ് രൂപം മാറ്റുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ബലിപീഠത്തിൽ നിന്ന് ക്രൂശ് രൂപം മാറ്റിയിരിക്കണം പുതിയ തക്സ അനുസരിച്ച്. അതറിയാവോ അച്ഛന്? അതറിയാൻ പാടില്ലെങ്കിൽ അത് പഠിക്കുക. തക്സയില് ഒരു വശത്ത് ഈ മാർത്തോമാ കുരിശെന്ന് വിളിക്കപ്പെടുന്ന കുരിശ്, ഞാൻ ഒരിക്കലും അതിനെ മാർത്തോമാ കുരിശെന്ന് വിളിക്കത്തില്ല. അത് ചിലവർ പറയും മനിക്കേൻ കുരിശെന്ന് പറയും. ഇനിയിപ്പോ പേർഷ്യൻ ക്രോസ് എന്ന് പറഞ്ഞാലും ഓക്കെ, ഇന്ത്യൻ ക്രോസ് എന്ന് പറഞ്ഞാലും മേ ബി എന്താ പറയാ നെസ്റ്റോറിയൻ ക്രോസ് എന്ന് പറഞ്ഞാലും ഓക്കെ, ഐ ഡോണ്ട് കെയർ. പക്ഷെ മാർത്തോമാ കുരിശ് എന്ന് പറഞ്ഞാൽ കള്ളപ്പേരിട്ട് വിളിക്കരുത്. ആ കുരിശ് ഒരു സൈഡിലും മറ്റേ സൈഡിൽ സുവിശേഷവും വെക്കണമെന്നുള്ളതാണ് പുതിയ തക്സപ്രകാരം ഉള്ളത്. അപ്പൊ മദ്ബഹയിൽ നിന്ന് ബലിപീഠത്തിൽ നിന്ന് ക്രൂശ് രൂപം മാറ്റുന്നത് ഈ കപടത ഉപയോഗിച്ചിട്ടല്ലേ മാറ്റുന്നത്. അപ്പം ഇങ്ങനെയുള്ള കപടതകൾ, ഈ തെറ്റായ വാർത്തകളിലൂടെ, തെറ്റായ രീതികളിലൂടെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരെയാണ് ഞങ്ങൾ കൽതായവൽക്കരണം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം മാത്രമാണ് ഈ മക്സാനീശ പുതുതായിട്ട് കൊണ്ടുവരുന്നത്. ഈ കുരിശിനെ മാർത്തോമാ കുരിശെന്നും പറഞ്ഞ് ഈ രഹസ്യമായിട്ട് ബലിപീഠത്തിലോട്ട് കയറ്റി വയ്ക്കാൻ നോക്കുന്നത്. അത് ചില പള്ളികളിൽ നമുക്കറിയാം ക്രൂശ് രൂപം അൾത്താര മദ്ബഹയിൽ നിന്ന് എടുത്ത് മാറ്റി അതിന് വരിത് വെക്കുന്ന അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട്, സക്രാര്യം മാറ്റുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും തളയ്ക്കപ്പെടുന്ന ദൈവത്തിന്റെ സത്യവും സ്നേഹവും കരുണയും നീതിയും അന്വേഷിക്കാതെ, ദൈവസ്നേഹവും ദൈവകരുണയാണ് ബലിയിൽ അർപ്പിക്കപ്പെടുന്നുള്ള ബോധ്യമില്ലാതെ, അല്ല അത് മറച്ചു വെച്ചുകൊണ്ട് എൻ്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും റൂബ്രിക്സിൽ മാത്രം, നിയമത്തിൽ മാത്രം തളയ്ക്കപ്പെട്ടവനാണ് എൻ്റെ ദൈവമെന്നും എൻ്റെ ദൈവത്തെ നിയമത്തിലൂടെ മാത്രം, അന്ധമായ നിയമങ്ങളിലൂടെ മാത്രമേ എൻ്റെ ദൈവത്തെ ആരാധിക്കാൻ പറ്റൂ എന്നുള്ള തെറ്റായ ബോധ്യം കടന്നു വന്നു. ദൈവത്തിന്റെ കരുണയാണ് ദിവ്യബലി. ഓരോ വിശുദ്ധ കുർബാനയും ഈശോയുടെ ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ കരുണയാണെന്ന് ബോധ്യമില്ലാതെ ഞാൻ അർപ്പിക്കുന്ന എൻ്റെ ആചാരങ്ങളിലാണ് ബലിയിലിരിക്കണമെന്നും, ഞാൻ അർപ്പിക്കുന്ന എൻ്റെ ആചാരങ്ങളിൽ മാത്രമാണ്, എൻ്റെ നിയമാനുഷ്ഠാനങ്ങളിൽ മാത്രമാണ് ദൈവത്തിന്റെ ബലിയുടെ മഹത്വം ഇരിക്കണം എന്നുള്ള തെറ്റിദ്ധാരണയിൽ എൻ്റെ മനസ്സർപ്പിക്കാതെ എൻ്റെ ആചാരങ്ങളും എൻ്റെ അനുഷ്ഠാനങ്ങളുമാണ് ഇതിന്റെ സാധ്യതയെന്ന് വിലയിരുത്തിയ ആ ഒരു അവസ്ഥ, ആ ഒരു ചിന്താഗതി പഴയ നാമകാലത്തിലെ ഫരീസേയന്മാരെ പോലെ, ജൂത പണ്ഡിതന്മാരെ പോലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളും നിയമങ്ങളും ലെറ്റർ ഓഫ് ദ ലോ അനുസരിച്ച്, എന്നാൽ അതിൽ ദൈവം മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവത്തിന് തിരിച്ചറിയാൻ പറ്റാതെ വന്ന അവസ്ഥ പോലെ ലെറ്റർ ഓഫ് ദ ലോയാണ്, അല്ലെങ്കിൽ അനുഷ്ഠാന നിയമങ്ങളാണ് എൻ്റെ വിശ്വാസമെന്നും എൻ്റെ ദൈവമെന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പരാജയം അവിടെയാണ്. നമുക്കറിയാം സീറോ മലബാർ സഭ ഈ കൽതായവൽക്കരണത്തിലൂടെ കടന്നു പോകുമ്പോൾ ആത്മീയത, സ്പിരിച്വാലിറ്റി നഷ്ടപ്പെടുകയും അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും തളയ്ക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് താഴ്ന്നു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്കെതിരെയാണ് ഈ ഗ്രൂപ്പിൽ ശക്തമായിട്ട് പ്രതികരിക്കുന്നത്. ഇത് പുരോഹിതർക്കെതിരല്ല, ഈ ചില ഐഡിയോളജികൾക്കെതിരാണ്. നമുക്കറിയാം കൽതായവൽക്കരണം എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയോളജിയാണ്. സഭയെ കാർന്നു നിന്ന്, സീറോ മലബാർ സഭയെ കാർന്നു നിന്ന്, സീറോ മലബാർ സഭ എന്ന് പറഞ്ഞാൽ വെറും കൽതായ സഭയുടെ ഒരു സഹോദര സഭ മാത്രമാണെന്നുള്ള രീതിയിൽ മാർത്തോമാ ശ്ലീഹായുടെ അപ്പസ്തോലിക പാരമ്പര്യം പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാതെ കൽതായ സഭയിൽ നിന്ന് കിട്ടിയത് മാത്രം ഞങ്ങൾക്കുള്ളെന്നുള്ള ചിന്താഗതിയിൽ കൽതായ സഭയിൽ നിന്ന് കിട്ടിയ ആചാരങ്ങളും കിട്ടാത്ത ആചാരങ്ങളും തപ്പിയെടുത്ത്, പഴയ ഗ്രന്ഥങ്ങളിൽ പോയി തപ്പിയെടുത്ത് അതിലാണ് ഫലമിരിക്കുന്നതെന്നും അതിലാണ് പൂർണ്ണതയെന്നും അങ്ങ് പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ പിന്തുണയ്ക്കുന്ന, അത് മാത്രമാണ് ശരിയെന്നും പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു അന്ധത ബാധിച്ച ഒരു കപട വിശ്വാസ രീതിയാണ് ഞങ്ങൾ കൽതായവൽക്കരണം എന്നും പറഞ്ഞ് ഞങ്ങൾ എതിർക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ ഇത് മനസ്സിലാക്കുക. ഈ കൽതായവൽക്കരണത്തിന്റെ ഓരോ ഭാഗങ്ങളും പഠിക്കുക. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, ബലിപീഠത്തിലെ ക്രൂശ് രൂപം മാറ്റി ഈ പറഞ്ഞ മാർത്തോമാ കുരിശ് വെക്കേണ്ടി വരും, മറ്റേ സ്ഥലത്ത് സുവിശേഷ ഭാഗം വെക്കേണ്ടി വരും. ഇത് തക്സയുടെ നിയമപ്രകാരമുള്ള ഭാഗമാണ്. ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന കപടത. ഒരു കപടത പറഞ്ഞു,
കിഴക്കനാഭിമുഖം എന്നുള്ളതിനെ മാറ്റി അൾത്താരാഭിമുഖം എന്ന് വിളിക്കുന്ന ഒരു കപടതയെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കപടത പറഞ്ഞു, ഈ കുരിശിനെ മാർത്തോമാ കുരിശെന്നും പറഞ്ഞ് വിളിച്ച് ബലിപീഠത്തിലേക്കും മദ്ബഹിലേക്കും കയറ്റിവെക്കുന്നത് അടുത്ത കപടതയെന്ന് പറഞ്ഞു. മക്സാനീശ അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാതെ അത് സംഭവബഹുമാനായി കൊണ്ടുവരികയും ഇത് വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ വിശുദ്ധ ബലിയേക്കാളും കൂടുതൽ ആചാരപരവും അനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം വരികയും ചെയ്യുന്ന ഈ കപടതയ്ക്കെതിരെയാണ് ഞങ്ങൾ നിലനിൽക്കുന്നത്. കൽദാവൽക്കരണം എന്ന് പറഞ്ഞാൽ കൽദായ കത്തോലിക്ക സഭയ്ക്കെതിരെയല്ല. കൽദായ കത്തോലിക്ക സഭയാണെങ്കിൽ അനാഫറ ജനാഭിമുഖമായിട്ട് അവർ രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ ചൈതന്യത്തിൽ വെളിച്ചത്തിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെ പിന്നോട്ട് പോകുന്ന കപടതയ്ക്കെതിരെയാണ് ഞങ്ങൾ കൽദാവൽക്കരണം എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട അച്ഛൻ അത് ഞങ്ങളുടെ ഈ നിലപാട് ഈ കപടതയ്ക്കും ഈ അന്ധപാരമ്പര്യബോധം, ഇതിൽ അന്ധപാരമ്പര്യബോധത്തിൽ 90% ജാതീയതയും അന്യവിദ്വേഷവുമാണ്, അപരവിദ്വേഷവുമാണ്. ഇത് രണ്ടും കത്തോലിക്കമല്ല, പരിശുദ്ധാത്മാവ് എന്നുള്ളതല്ല. ഈ സഭകൾ, പൗരസ്ത്യ സഭകൾ തകരാനുള്ള ഒരു പ്രധാന കാരണം ഈ ജാതീയതയും വംശീയതയിലും തങ്ങളുടെ വിശ്വാസവും തങ്ങളുടെ ഐഡന്റിറ്റിയും അവര് ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ്. ഈശോയുടെ മകനാണ്, ഈശോയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണെന്നുള്ള എല്ലാവരും മക്കളാന്നുള്ള ബോധ്യവും മറ്റുള്ളവരെ ദൈവമക്കളാക്കി ഉയർത്തേണ്ടതും അവരെ വിശദീകരിക്കേണ്ടതും പഴയ നിയമ കാലഘട്ടം മുതൽ അബ്രാഹാമിന് കൊടുത്ത ദൈവത്തിന്റെ വിളിയാണെന്നും ആ വിളി ഇന്ന് നടപ്പിലാക്കേണ്ട എന്റെ ബോധമാണെന്നും അത് എന്റെ ഉത്തരവാദിത്തമാണെന്നും അതുകൊണ്ട് സുവിശേഷവൽക്കരണമാണ് എന്റെ പ്രാധാന്യമെന്നും എന്റെ സമുദായമോ എന്റെ ജാതിയോ എന്റെ മതമോ അല്ലെന്നും ഈശോയെ പകർന്നു കൊടുക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന ബോധ്യം ഇല്ല, നഷ്ടപ്പെട്ടുകൊണ്ട് സ്വന്തം ജാതീയതയിലും സാമുദായികതയിലും ദേശീയതയിലും വംശീയതയിലും ഒരു സമൂഹം ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ട് തങ്ങളുടെ ഐഡന്റിറ്റി അതാണെന്നും ക്രിസ്ത്യാനി എന്നുള്ള അല്ലെന്നും വന്നു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിച്ചപ്പോഴാണ് പല പൗരസ്ത്യ സഭകളും തകർന്നടിഞ്ഞത്. ആ ഒരു ഓർമ്മ നമ്മളിൽ ഉണ്ടാകണം. നമ്മുടെ വിശ്വാസം ഒരു സമുദായ ബോധത്തിലോ ജാതി ബോധത്തിലോ വംശീയ ബോധത്തിലോ ആയിരിക്കരുത്. നമ്മുടെ വിശ്വാസം യേശുവിനെ രക്ഷകനായ യേശുവിനെ പ്രഘോഷിക്കുകയും യേശുവിനെ രക്ഷകനെന്ന് ആദ്യമാണെന്നും ഞാൻ യേശുവിന്റെ പിന്നാലെ പോകുന്നവനാണെന്നും ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നവനായിരിക്കണം. അല്ലാതെ ജാതീയതയോ വംശീയതയോ സാമുദായിക ബോധവും ആയിരിക്കരുത് എൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു സമൂഹം പാശ്ചാത്യ സഭയിൽ അവിടെ പല സ്ഥലങ്ങളിലും ക്ഷയിക്കപ്പെട്ടപ്പോൾ അവർ സുവിശേഷവൽക്കരണത്തിലൂടെ ശക്തി ആർജിച്ചു, അനേകരിലേക്ക് സുവിശേഷം നൽകിക്കൊണ്ട് അവർ ശക്തി ആർജിച്ചപ്പോൾ പൗരസ്ത്യ സഭകളിൽ സംഭവിച്ചത് തങ്ങളുടെ ദേശീയതയിലും തങ്ങളുടെ വംശീയതയിലും ഒതുങ്ങിപ്പോയപ്പോൾ ദൈവം അവർ ചിതറിക്കുകയാണ് ഉണ്ടായത്. ഇന്ന് ചിതറിക്കപ്പെട്ടൊരു സമൂഹമായി മാറി. ഇപ്പോൾ അവർക്ക് ബോധോദയം ഉണ്ടായി, അവർ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചിട്ടുണ്ട്, അവരൊക്കെ വീണ്ടും ശക്തിയോടെ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് പാഠമായിരിക്കട്ടെ. ഈ കപടതയിലൂടെ പലതും നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ യേശുവിനെയാണ് ഞാൻ അവിടെ യേശുവിന്റെ വിശ്വാസത്തെയാണ്, യേശുവിന്റെ കാരുണ്യത്തെയാണ്, യേശുവിന്റെ ദയയാണ് ഞാൻ അവിടെ തള്ളിപ്പറയുന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ആചാരത്തിലും അനുഷ്ഠാനങ്ങളിലും നിയമങ്ങളും തളയ്ക്കപ്പെടാതെ ഇതിനുപരിയായി നിൽക്കുന്ന സ്നേഹവും കരുണയുമായ ഈശോയെ പിന്തുടരാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അങ്ങനെ ഉള്ള സഭയായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അന്ധപാരമ്പര്യവാദങ്ങളിലും അന്ധജാതീയതയിലും തളയ്ക്കപ്പെടുന്ന ഒരു സമൂഹമായിരിക്കരുത്. അപ്പം ഞങ്ങളുടെ ഈ പ്രതിഷേധം ഈ ഗ്രൂപ്പിൽ എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസങ്ങൾ നിലകൊള്ളുന്നത് ഈ കൽദാവൽക്കരണം എന്ന് പറയുമ്പം ഈ കപടതയിലൂടെ പല അന്ധമായ കാര്യങ്ങളും അനുഷ്ഠാനങ്ങളും നിയമങ്ങളിലും മാത്രം ശരണം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിലും കരുണയിൽ ശരണം അർപ്പിക്കാതെ പോകുന്ന ഈ പ്രവണതകൾക്കെതിരെയാണ് ശക്തമായിട്ട് ഞങ്ങൾ നിലകൊള്ളുന്നുണ്ട്. ഇത് ആരോടുള്ള എതിർപ്പല്ല, ഒരു വൈദികനോടോ ഒരു മെത്രാനോടുള്ള വ്യക്തിപരമായിട്ട് യാതൊരു എതിർപ്പും ഞങ്ങൾക്കില്ല. വിശ്വാസപരമായ കാര്യങ്ങളിൽ ഈശോയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവിടെ സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ എല്ലാ ബഹുമാനത്തോടു കൂടി ഇത് ഒരു മറുപടിയായിട്ട് എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. വീണ്ടും പറയുന്നു, സഹോദരങ്ങളാണ്, നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ആശയപരമായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എന്നാൽ പോലും ദൈവത്തിന്റെ ബലിയർപ്പിക്കുമ്പോൾ നമ്മളെല്ലാവരും തുല്യരാണ്. അവിടുത്തെ ബലിപീഠത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും തുല്യരാന്നുള്ള ബോധത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ പറഞ്ഞ വാക്കുകൾ എന്തെങ്കിലും പോരായ്മയോ ബഹുമാനപ്പെട്ട അച്ഛനെ വേദനിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാപ്പി ചോദിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തട്ടെ. നന്ദി. ദൈവത്തിന് സ്തുതി.